കാരണം ഓഫീസ് ഓഫ് ദി ഡെവലപ്മെന്റ് കമ്മീഷൻ ഹാൻഡിക്രാഫ്റ്റ്സ് നമുക്ക് ഇന്ത്യയിൽ ഒട്ടാകെ നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മുടെ സ്റ്റേറ്റിനെയും ഉൾപ്പെടുത്തി ഈ ഒരു ഈവന്റ് വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹാൻഡിക്രാഫ്റ്റ്സ് മേഖലയിൽ ഒട്ടനവധി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ അടുത്തിടെ നമ്മൾ രാഷ്ട്രപതി ഭവൻ ഈവന്റിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ള പവലിയൻ വളരെ അപ്രീസിയേഷൻ നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. രാഷ്ട്രപതി തന്നെ നേരിട്ട് വന്ന് നമ്മുടെ സ്റ്റാളുകളെല്ലാം വിസിറ്റ് ചെയ്ത് നമ്മുടെ ആർട്ടിസൻസിൽ നിന്ന് അവരുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയും ഹൈ ഡിമാൻഡുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നമുക്കൊരു ഈവന്റ് സംഘടിപ്പിക്കുന്നത് വളരെ അഭിമാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് എംബ്രോയിഡറി സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മൂന്നാമത്തെ ഈവന്റാണ് ഈ ഒരു പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു ഈവന്റ് ഈ ഒരു സിറ്റിയുടെ ഹൃദയഭാഗത്ത് സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലുള്ള സാമ്പത്തിക ചെലവുകളും എല്ലാം തന്നെ അവർ സ്വമേധയായി ഏറ്റെടുത്ത് ചെയ്യുന്നത് ഏറെ അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേളയിൽ പങ്കെടുക്കാനായിട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആർട്ടിസൻസ് നേരത്തെ തന്നെ വളരെ ഡിമാൻഡുള്ളതാണ്. നമ്മുടെ ശിശുപാലൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് 2 തവണ മാറ്റിവെച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഈവന്റാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ഈവന്റിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആർട്ടിസൻസ് വന്നിരിക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നതും സൗത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വരാനാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ ഈവന്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഗവൺമെന്റ് അവർക്ക് വരാനുള്ള ചെലവും അതുപോലെ അവർക്ക് ഡെയിലി അലവൻസും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയാണ് അവരെ കൊണ്ടുവരുന്നത്. പക്ഷേ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകിയാണ് അവർക്ക് കിട്ടേണ്ട അലവൻസുകൾ പലതും കിട്ടുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അവരുടെ പേയ്മെന്റുകൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീരട്ടെ. അതോടൊപ്പം തന്നെ വന്നു ചേർന്ന എല്ലാ ആർട്ടിസൻ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഗസ്റ്റുകൾക്കും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുള്ള നന്ദിയും അതുപോലെ ഈ ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ അവർക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ ആൻസലൻ അവറുകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ലെനിൻരാജ് KR, അസിസ്റ്റന്റ് ഡയറക്ടർ DCH മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പ്രിയപ്പെട്ട PRD ഡയറക്ടർ ശ്രീ TV സുഭാഷ് IAS, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ശ്രീ ധനു CV അവർക്ക് ഈ വേദികയെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശിശുപാലൻ, പ്രിയമുള്ള സരസ്വതി ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ SK ജയകുമാർ, പാറശാല ബ്ലോക്ക് തൊഴിലുറപ്പ് തൊഴിലാളി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് KS സന്തോഷ് കുമാർ, വേദിയിലുള്ള ശ്രീ വിനോദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട
പബ്ലിഷേഴ്സ് ഇത്തരമൊരു മേളയുടെ ഭാഗമായി മാറുന്നതിന് വിവിധ സംരംഭങ്ങളുടെ ഭാഗമായി ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഗാന്ധി ശില്പ ബസാർ എന്ന രൂപത്തിലേക്ക് അനന്തപുരി ക്രാഫ്റ്റ് മേള ഇന്നു മുതൽ 10 ദിവസക്കാലം ഈ നഗരത്തിന്റെ പ്രധാനപ്പെട്ട പുത്തരിക്കണ്ട മൈതാനിയിൽ എക്സിബിഷനും വിപണനവുമായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഗതപ്രാസംഗികനും അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു മേള സംഘടിപ്പിക്കുക എന്നുള്ളതിന്റെ പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലെ ആർട്ടിസൻസ് വിഭാഗം അതൊരു കലയാണ്. ആ കല അവരുടെ പ്രത്യേകമായ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹാൻഡ്മെയ്ഡായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അത് കരകൗശല വിഭാഗത്തടക്കമുള്ള ഉൽപ്പന്നങ്ങൾ, അത് പ്രത്യേകമായി കൗതുകത്തോടുകൂടി കാഴ്ച കാണുന്നതിനും അത് വാങ്ങുന്നതിനും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തുണിത്തരങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈനുണ്ട്, മരത്തിൽ അതുപോലെ തന്നെ മുളയിലും മറ്റ് ലെതർ വർക്കുകളും അടക്കം വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി അലങ്കാരങ്ങൾക്ക് ഗുണകരമാകുന്നതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കളിമണ്ണടക്കമുള്ള മറ്റ് ടെറോക്കോട്ട അടക്കമുള്ള വസ്തുവകകളിൽ വ്യത്യസ്തമായിട്ടുള്ള കരവിരുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്യാകർഷകമായിട്ടുള്ള ഒരു മേളയായി ഈ മേള വരും ദിവസങ്ങളിൽ ഈ കേരളത്തിലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുന്നൊരു മേളയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ ജനജീവിതത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നഗരകേന്ദ്രങ്ങളിലെ ജനങ്ങളുടെ ഒരു ഉപഭോക്തൃ സംസ്കാരമല്ല കേരളത്തിൽ. കേരളം നഗരം റൂറലും എല്ലാം തന്നെ ജനജീവിതം വലിയ തോതിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാങ്ങൽ ശേഷി വളരെ വലുതാണ്. നമ്മുടെ ജനജീവിതത്തിൽ വന്ന മാറ്റം കേരളത്തിന്റെ ജനജീവിതത്തിന്റെ അടിത്തറവാക്കിയിട്ടുള്ള എല്ലാ മേഖലയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ജീവിത സൂചികയിൽ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശരാശരി പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഭാഗമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം വാണിജ്യ സ്ഥാപനങ്ങളുള്ളൊരു സംസ്ഥാനവും ഈ കൊച്ചു കേരളമാണ്. ആളുകളുടെ വാങ്ങൽ ശേഷി അത്രയ്ക്ക് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മേളകൾ നിരാശയായി മാറില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പേര് ബാഹുല്യനാണ്. ധനുച്ചൂർണം സ്വദേശിയാണ്. ദേശീയ കായികമാണ്. ഗാന്ധി പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത്. കൗതുകമായ മേളയാണ് ഇവിടെ നടക്കുന്നത്. 10 ദിവസം ഉള്ള മേളയാണ് ഇവിടെ നടക്കുന്നത്. നെയ്യാറ്റിൻകര MLA ആണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാം. മേള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന ലൈവാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി പാർക്കിലാണ്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. മേള 10 ദിവസമാണ് നടക്കണമെന്ന് പറയാം. ഗാന്ധി പാർക്കിൽ കരകൗശല മേളയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൗതുകമായിട്ടുള്ള മേളകൾ, വസ്തു സാധനങ്ങളെല്ലാം കൗതുകമായിട്ടുള്ള മേളയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗാന്ധി പാർക്കിലാണ്. ഈ 10 ദിവസം ഇതിനകത്താണ് ഈ മേള നടക്കുന്നത്. ജനങ്ങൾ ഇപ്പോഴും തന്നെ ഒഴുകി എത്തുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ഈ 2 ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. നെയ്യാറ്റിൻകര MLA ആണ് ആൻസലൻ സാറാണ് ഉദ്ഘാടനം ഗാന്ധി പാർക്കിൽ ചെയ്തതെന്ന് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേ.